അനുഭവിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ദൈവിക സമാധാനം അത് എത്രമാത്രം ശ്രേഷ്ഠമാണെന്നും അതിനകത്ത് നമ്മുടേതായ ഒന്നും നമുക്ക് ഇതിനകത്ത് വീഴുവാനില്ല. കർത്താവ് പൂർണ്ണമായിട്ടും ദൈവിക സമാധാനം കൊണ്ട് നമ്മളെ കാക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഏറ്റവും അവസാനമായി നമ്മൾ ദൈവവചനം ഈ ഫിലിപ്പിയ ലേഖനം പഠിച്ചു നിർത്തിയപ്പോൾ നമ്മൾ അവിടെയാണ് നിർത്തിയത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6 മുതൽ 6-7 വാക്യങ്ങളാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലപോലെയും ക്രിസ്തയേശുവിൽ കാക്കും. എത്ര നമുക്കത് നമ്മൾ വളരെ ആഴമായ ഭാഗങ്ങൾ ചിന്തിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവിക സമാധാനം നമ്മൾ എങ്ങനെയാണ് കാക്കുന്നത്, സൂക്ഷിക്കുന്നത്, അതെപ്രകാരമാണ്. അതെല്ലാം അതിന്റെ ഓരോ പ്രായോഗിക ഭാഗങ്ങളായി നമ്മൾ ഓരോ തലങ്ങളായി നമ്മൾ ചിന്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്രിസ്തു യേശുവിങ്കൽ കാക്കും. നമ്മള് അവിടെ എഴുതിയിരിക്കുമ്പോൾ പീസ് വിൽ ഗാർഡ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ആസ് യു ബിലീവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കും, ക്രിസ്തുയേശുവിൽ എങ്കിൽ കാക്കും. ക്രിസ്തുയേശുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ക്രിസ്തുയേശുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അതാണ് ക്രിസ്തുയേശുവിലൂടെയാണ് ഈ സമാധാനം നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. ക്രിസ്തുയേശുവിൽ നാം വസിക്കുമ്പോഴാണ്, നമ്മുടെ ജീവിതം കർത്താവിൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന സകല ബുദ്ധിയെയും കവിയുന്ന സകല വിചാരങ്ങളെയും നമ്മുടെ എല്ലാ ചിന്തകളെയും കവിഞ്ഞു വരുന്ന ദൈവികമായ സമാധാനം നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മൾ ആരിൽ വസിക്കണം? നാം ക്രിസ്തുവിൽ വസിക്കും. നാം ക്രിസ്തുവിൽ വസിക്കുമ്പോഴാണ് ക്രിസ്തു യേശു മുഖാന്തരമുള്ള ദൈവിക സമാധാനം നമ്മളിൽ വസിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ആ ഭാഗം. നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ല. അങ്ങനെ അതിന്റെ മുകളിലുള്ള ഭാഗം അല്ലെങ്കിൽ ആ 6 വാക്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മളെ ഇന്ന് ഈ രാത്രി നിങ്ങളുടെ മുമ്പിൽ വചനമായി നിൽക്കുവാൻ എന്നെയും പ്രാപ്തയാക്കുന്നത് ഞാൻ ക്രിസ്തുവേശുവിൽ വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. ആ സമാധാനം എന്നിൽ നിറഞ്ഞിരിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഇല്ല എങ്കിൽ എനിക്കും ഈ ദൈവവചനമായിട്ട് നിൽക്കാൻ ഒരിക്കലും കഴിയത്തില്ല. ക്രിസ്തുവേശുവിൽ വസിപ്പാൻ നാം തയ്യാറാകുമ്പോൾ, നമ്മൾ അതിന് നമ്മുടെ മനസ്സൊരുക്കുമ്പോൾ, കർത്താവിൽ നാം വസിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതം അങ്ങനെയായിരുന്നു. പിതാവുമായുള്ള തന്റെ ബന്ധത്തിൽ എപ്പോഴും ആ കൂട്ടായ്മ കർത്താവ് കാത്തു സൂക്ഷിച്ചിരുന്നു. ആ പിതാവുമായുള്ള ബന്ധത്തിൽ തന്റെ ജീവിതം അങ്ങനെ തന്നെ, ഞാൻ എന്നിലും എന്റെ പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു എന്ന് പറയുന്ന ആ കൂട്ടായ്മ യേശുവിനെ എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും നിലനിർത്തി ദൈവിക സമാധാനത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്തു. എല്ലാവരും തന്നെ വിട്ട് ചിതറിപ്പോയപ്പോഴും യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഏകനല്ല. കാരണം എന്നിൽ എനിക്ക് നല്ലതായിട്ട് അറിയാം എന്റെ പിതാവ് എന്നെ ഏകനായി ഒരിക്കലും വിടുകയില്ല. ആ ഒരു ഫെലോഷിപ്പ് ഏതൊരു സാഹചര്യത്തിലും ഏറ്റവും മനസ്സ് ഭാരപ്പെട്ട് കർത്താവായ യേശുവിന്റെ ഹൃദയം ഏറ്റവും ഭാരപ്പെട്ട ഒരു സമയമാണ് ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്ന സമയം. വല്ലാതെ ഉള്ളം കലങ്ങിയ ഒരു സമയം, അത് ഏറ്റവും ഞെരുങ്ങിയ ഒരു സമയം. ആ സമയത്തും കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിതാവുമായുള്ള ബന്ധത്തിലുള്ള കൂട്ടായ്മയിലേക്കാണ് വരുന്നത്. നമ്മുടെ ഉള്ളം ഏറ്റവും കലങ്ങിയിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഏറ്റവും ആകുലപ്പെടുമ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടേതായ നമുക്ക് ഫ്രീ വില്ലാണുള്ളത്. നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എവിടെ ആയിരിക്കണമെന്നുള്ളത്, ആരോടൊപ്പം വസിക്കണമെന്നുള്ളത്, എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായ തീരുമാനമെടുക്കാനുള്ള എല്ലാ ഇച്ഛാ സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. തീരുമാനമെടുക്കുവാനുള്ള അത് കർത്താവായ യേശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. തന്റെ മനസ്സ് ഏറ്റവും കലങ്ങിയപ്പോൾ ദൈവഹിതം തന്റെ ജീവിതത്തിൽ നിറവേറുവാൻ പോവുകയും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട നിർണായകമായ ഘട്ടം വന്നപ്പോൾ അതിനുവേണ്ടി ബലപ്പെട്ടൊരു ഉള്ളമല്ല അവിടെ ഉണ്ടായത്, മറിച്ച് കലങ്ങിയ ഒരു മനസ്സ്. ഉള്ളം വല്ലാതെ കലങ്ങി, വല്ലാതെ വേദനപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിന്റെ തീരുമാനമായിരുന്നു പിതാവിന്റെ അടുക്കൽ തന്റെ ഹൃദയത്തെ
പകർന്നുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ആശ്വാസവും ദൈവിക ബലവും ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണ മനുഷ്യനായിട്ടാണ് യേശു പിതാവിന്റെ അടുത്തേക്ക് ദൈവത്തിലേക്ക് ചെല്ലുന്നത്. തന്റെ ദൈവത്വത്തിലല്ല, തന്റെ മനുഷ്യത്വത്തിലാണ് ഞാൻ ഈ ശുശ്രൂഷകൾ ചെയ്തെടുക്കേണ്ടത്. തന്റെ മനുഷ്യത്വത്തിലാണ് ദൈവിക ഉദ്ദേശങ്ങൾ തന്നിൽ നിറവേറേണ്ടത്. പൂർണ്ണ മനുഷ്യനായി ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ വേദനകളും തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട്, ഹൃദയം വിങ്ങിപ്പൊട്ടിക്കൊണ്ട്, ഉള്ളം കലങ്ങിക്കൊണ്ട്, പ്രാണവേദനയിലായിക്കൊണ്ടാണ് യേശു എടുക്കുന്ന തീരുമാനം എന്നറിയാവോ? ഈ സമയമാണോ പ്രാർത്ഥിക്കേണ്ടതെന്നല്ല, ഈ സമയമാണോ ദൈവത്തോടൊപ്പം പങ്കിടേണ്ടത്, ഇനി എന്ത് ദൈവീകമാണ് അന്വേഷിക്കേണ്ടത്? ഇത്രയും അധികം താൻ തകർന്നിരിക്കുമ്പോൾ തന്നെ തകർക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. താൻ തകർക്കപ്പെടുമെന്നും അറിയാം. പക്ഷെ യേശു എടുത്ത തീരുമാനം എന്ന് ചോദിച്ചാൽ, ആരാണോ തന്നെ തകർക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്, ആരാണോ അതിന് അധികാരം കൊടുത്തിരിക്കുന്നത്, ആരാണോ ആ പീലാത്തോസിനോട് പറയുന്ന പോലെ മുകളിൽ നിന്ന് അധികാരം കിട്ടിയിട്ടല്ലാതെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് ആ ബോധ്യമുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കണ്ട. നമുക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നാ മതി. എന്റെ സ്വർഗീയ പിതാവിന്റെ അധികാരമില്ലാതെ, അനുമതിയില്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും ആർക്കും ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ള ബോധ്യം പീലാത്തോസിനല്ല ഉണ്ടായിരുന്നത്, യഹൂദ പ്രമാണികൾക്കല്ല ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ തന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കല്ല ഉണ്ടായിരുന്നത്. യേശു ആരാണോ ദൈവപദ്ധതിക്ക് വേണ്ടി എറിഞ്ഞു കൊടുക്കേണ്ടത്, ആ വ്യക്തിക്കാണ് ആ ബോധ്യം ഉണ്ടാകേണ്ടത്. അല്ലാത്തത്തോളം കാലം നമുക്കാർക്കും സമ്പൂർണമായ തിരുഹിതത്തിനു വേണ്ടി സമർപ്പിക്കാൻ സാധ്യമല്ല. ഇത് വ്യക്തമായി പറഞ്ഞു. പീലാത്തോസ് തന്റെ അധികാരത്തെ കുറിച്ച് സംസാരിച്ചപ്പോ, നിനക്കറിയില്ലേ, ഞാൻ ചോദിച്ചിട്ട് നീ മിണ്ടാതിരിക്കുകയാണോ? എനിക്ക് നിന്നെ റിലീസ് ചെയ്യാൻ അധികാരമുണ്ട്, എനിക്ക് നിന്നെ ക്രൂശിപ്പാനുള്ള അധികാരമുണ്ട്. പീലാത്തോസ് തന്റെ അധികാരത്തെ കുറിച്ച് യേശുവോട് സംസാരിച്ചപ്പോൾ, യേശു തന്റെ പിതാവിന്റെ അധികാരത്തെ കുറിച്ച് പീലാത്തോസിനോട് സംസാരിച്ചു. കാരണം യേശു പറഞ്ഞ, മുകളിൽ നിന്ന് അധികാരം കിട്ടിയിട്ടല്ലാതെ നിനക്ക് ഒന്നും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഏത് കാര്യത്തിന് ഏൽപ്പിച്ചു കൊടുത്താലും അത് എനിക്ക് കിട്ടുന്ന ഉത്തരം എന്ന് ചോദിച്ചാൽ, മുകളിൽ നിന്ന് അതിനുള്ള അധികാരം തന്നു, മുകളിൽ നിന്ന് അനുമതി ലഭിച്ചത് കൊണ്ടാണ് എന്നുള്ള ബോധ്യമാണ് യേശുവിനെ ദൈവപദ്ധതിയിലേക്ക് നടത്തുവാൻ പ്രാപ്തനാക്കിയത്. എപ്പോഴൊക്കെ ദൈവമക്കൾക്ക് ഈ ചിന്ത മാറിപ്പോകുന്നു, അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റായ ദിശയിൽ സഞ്ചരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പരമാധികാരിയായ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യമുള്ളപ്പോൾ തന്നെ നമ്മുടെ ഉള്ളം കലങ്ങാം. യേശുവിന് ബോധ്യമുള്ളപ്പോൾ തന്നെ, ഈ തിരിച്ചറിവുള്ളപ്പോൾ തന്നെയാണ് യേശു ഉള്ളത്തിൽ വല്ലാതെ കലങ്ങിയത്. തന്റെ ഹൃദയം വല്ലാതെ കലങ്ങിയ മനസ്സ് കലങ്ങിയത്, തന്റെ ഹൃദയത്തിനകത്ത് വേദന ഉണ്ടായത്, എനിക്ക് തന്റെ പ്രാർത്ഥനയിൽ ആ മുഴുവൻ ആ അതിവേദനയും പ്രകടമായത്. പരമാധികാരിയായ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ് പിന്നെയോ യാഥാർത്ഥ്യങ്ങളെ നേരിടുകയും പാപത്തെ തന്റെ ശരീരത്തിന്മേൽ വഹിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ, പിതാവ് തന്നിൽ അല്പനേരത്തേക്ക് മുഖം തിരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ, അതെ, അപ്പോഴാണ് യേശു പറയുന്നത്, ആ സമയത്താണ് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ഗത്സമനയിൽ എല്ലാം പറയുന്നേ, ശരീരത്തിന്മേൽ പാപം, മാനവജാതിയുടെ പാപം വഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത്, ഒരു അകൃത്യയാഗമായി തീരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് വ്യക്തമായി യേശുവിന് അറിയാമായിരുന്നു. പക്ഷെ യേശു ഒരു കാര്യം തീരുമാനിച്ചു, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസവേളയിൽ ഞാൻ പിതാവിൽ നിന്ന് മാറി നിൽക്കത്തില്ല. എന്റെ അതെ രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് വീഴുമ്പോൾ യേശു എവിടെയായിരുന്നു അറിയാമോ? ദൈവസ്ഥനിലായിരുന്നു. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോരയാ വന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്രമാത്രം ഹൃദയം തകർന്ന് നമുക്ക് കരയുമ്പോൾ എവിടെ ആയിരിക്കണം അറിയാം? നമ്മൾ പിതാവുമായുള്ള കൂട്ടായ്മയിലായിരിക്കണം, ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കണം. നമ്മുടെ കണ്ണുനീർ വീഴുന്നത്, നമ്മുടെ ഹൃദയം കലങ്ങുന്നത്, നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു അതിവേദന, ഈ മുഴുവൻ ഈ ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോണ്ടാകുന്ന ആ നുറുക്കം, ആ തകർച്ച, ഇതെല്ലാം എവിടെ നാം പങ്കുവച്ചിരിക്കണം? നമ്മളെ നന്നായി അറിയുന്ന, നമ്മളെ പൂർണ്ണമായി വഹിപ്പാൻ കഴിവുള്ള നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ അവനോട് വസിച്ചുകൊണ്ട് വേണം നാം നമ്മുടെ ഹൃദയങ്ങളെ പങ്കുവെക്കുവാൻ. ഏറ്റവും തകർന്നിരിക്കുമ്പോഴും നമ്മൾ എവിടെ ഉണ്ടായിരിക്കണം? ദൈവസ്ഥനിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും ഉടഞ്ഞിരിക്കുമ്പോൾ നാം എവിടെ ഉണ്ടായിരിക്കണം? കർത്താവിന്റെ സന്നിധിയിൽ അവനുമായുള്ള വാസത്തിൽ നമ്മൾ ആയിരുന്നാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട,
ക്രിസ്തുവേശുവിങ്കൽ കാക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം as you live in Christ Jesus, നാം ക്രിസ്തുവേശുവിൽ വസിക്കുന്നിടത്തോളം കാലം, ക്രിസ്തുവേശുവിൽ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ അവകാശമാണ് ദൈവിക സമാധാനം. നാം ക്രിസ്തുവിൽ നിന്ന് ഇടറിപ്പോകാതിരുന്നാൽ മാത്രം മതി. നമ്മുടെ കർത്താവ് അതിൽ നാം വസിക്കുന്നിടത്തോളം കാലം സാഹചര്യങ്ങൾ എത്ര കീഴ്മേൽ മറിഞ്ഞാലും, പ്രശ്നങ്ങൾ എത്ര വേദനയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചാലും നമ്മൾക്ക് തന്നെ അറിയില്ല അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്നുള്ള യാതൊരു ബോധ്യതയും നമുക്കില്ല എങ്കിലും നമുക്കൊരു ദോഷവും ചെയ്യത്തില്ല. പരമാധികാരിയായ ദൈവത്തെ കുറിച്ചുള്ള ദൈവ പൈതലിന്റെ ബോധ്യതയാണ് അവന്റെ ജയമെന്ന് പറയുന്നത്. അടുത്ത നിമിഷം എന്ത് ചെയ്യണം എന്നുള്ള അറിവില്ലായ്മ അവനെ ഒരിക്കലും തകർത്ത് കളയത്തില്ല. മറിച്ച് ഈ നിമിഷം ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പൂർണ്ണ ഹിതത്തിലാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ജയാളികളാക്കുന്നത്. നാളെ എന്ത് ചെയ്യണം എന്നുള്ള ഉറപ്പല്ല നമ്മളെ ജയാളിയാക്കുന്നത്. ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് സ്വർഗീയ പിതാവിന്റെ തിരിഹിതമാണ് എന്നുള്ള ബോധ്യതയാണ് നമ്മളെ ഇന്ന് ജയാളിയാക്കുന്നതെങ്കിൽ നാളത്തെ നമ്മുടെ സമസ്ത വിഷയങ്ങളിലും ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാൻ, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരാൻ, പെരുവെള്ളം കവിഞ്ഞു വന്നാലും അത് നമ്മുടെ അടുക്കലോളം എത്താതെ വണ്ണം കഷ്ടത്തിൽ മറവിടമായിരിക്കാൻ ദൈവമതിയായ ദൈവമാണ്. കർത്താവിന്റെ അടുക്കൽ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല, എന്റെ ഉള്ളം അത്ര കലങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇതിൽ വസിക്കാൻ കഴിയാഞ്ഞത്. ആർക്കും പറയാൻ പറ്റത്തില്ല, അതിവേദനയിൽ ഞാനായിപ്പോയി, ഞാൻ പരിഭ്രമിച്ചു പോയി, എനിക്ക് കഴിഞ്ഞില്ല, അതെ എന്നെ ഒരു വിറയൽ പിടിച്ചു, ഞാൻ തകർന്ന് തരിപ്പണമായി പോയി, എനിക്ക് അതുകൊണ്ട് നിന്റെ അടുക്കൽ വരാൻ കഴിഞ്ഞില്ലെന്ന് ആരെങ്കിലും യേശുവിനോട് പറഞ്ഞാൽ യേശുവിന് മറുപടിയുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അതിവേദനയിൽ, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഉള്ളതൊന്ന് കലങ്ങിയ സമയത്ത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ? ഞാൻ എവിടെയായിരുന്നു? ഞാൻ മനുഷ്യരുടെ അടുക്കലല്ല, ഞാൻ എന്റെ പിതാവിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീഴാൻ ഞാൻ തയ്യാറായിരുന്നു, കവണ്ണു വീഴാൻ ഞാൻ തയ്യാറായിരുന്നു, മാറി മാറി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറായി. നമ്മളെ ക്രിസ്തുയേശുവിൽ നിന്ന് പ്രശ്നങ്ങൾ അകറ്റാതിരിക്കാൻ നാം സൂക്ഷിച്ചു കൊള്ളണം. ക്രിസ്തുയേശുവിൽ നിന്ന് നമ്മളെ പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ വലിച്ചു കൊണ്ടുപോകാതിരിക്കാൻ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും as you live in Christ Jesus, അങ്ങനെ ക്രിസ്തുവിൽ നാം വസിക്കുമ്പോൾ, നാം ക്രിസ്തുയേശുവിലായിരിക്കുമ്പോൾ, ക്രിസ്തുയേശുവിങ്കൽ കാക്കുമെന്ന് പറഞ്ഞാൽ ആ ക്രിസ്തു യേശുവിലൂടെ മാത്രമാണ് നമുക്ക് ഈ വാഗ്ദാനം ലഭിക്കുന്നത്. കർത്താവാണത് തൻ ശിഷ്യന്മാർക്ക് ഓഫർ ചെയ്തു. കർത്താവാണ് പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ക്രിസ്തുയേശുവിൽ വസിക്കാത്ത ഒരാൾക്കും, ക്രിസ്തുയേശുവിൽ നിലനിൽക്കാൻ തയ്യാറാകാത്ത ഒരാൾക്കും, ക്രിസ്തുയേശുവിനെ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുയേശുവിനെ ഇടറിയിട്ട് സമാധാനം നമ്മളെ തേടി വരുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അവങ്കലുള്ള നിലനിൽപ്പാണ് ഈ സമാധാനത്തിന്റെ ഉറവിടം തന്നെ. അതുകൊണ്ട് ആ വലിയ ദൈവിക സമാധാനത്തിന്റെ ഉടമകളായി അവനാൽ ക്രിസ്തുയേശുവിൽ വസിച്ച് ഈ ദൈവിക സമാധാനത്താൽ കാക്കപ്പെടുവാൻ കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. അങ്ങനെ 6-7 വാക്യം അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നമ്മളെ കാക്കുമെന്ന് പറയുമ്പോൾ ഇതാ അടുത്തു പറയുന്നു, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കും. പിന്നെയോ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളോടുകൂടെ ഇരിക്കും. ആ പ്രോമിസാണ്, ശ്രേഷ്ഠകരമായ വാഗ്ദാനമാണ് ഫിലിപ്പിയൻ ചർച്ചിന് അപ്പോസ്തലനായ പൗലോസ് കൈമാറുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന 8-ാം വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളി. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പി, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ. Then the God of peace will be with you. ക്രിസ്തുയേശുവിൽ നാം വസിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നമ്മളിൽ വസിക്കും. നാം ലക്ഷ്യം വെക്കേണ്ടത് ലക്ഷ്യം വെക്കുകയും ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ കാര്യങ്ങൾ
നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, സമാധാനത്തിന് ദൈവം എന്നോട് കൂടെ ഉണ്ട്. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ഇവിടെ പറയാനുള്ള കാര്യം, അപ്പോസ്തലൻ ആകുലതകളെ, വ്യാകുലതകളെ, ഉത്കണ്ഠകളെ റീപ്ലേസ് ചെയ്യുവാൻ, അതിന് പകരം വെക്കുവാൻ, നമ്മളെ ക്രിസ്തുയേശുവിൽ നിന്ന് അകറ്റിക്കളയുന്ന, ദൈവപദ്ധതിയിൽ നിന്ന് അകറ്റിക്കളയുന്ന, വിഷയാസക്തിയിലേക്ക് നയിച്ച് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്താൻ ഏശാവിന് കാരണമായ പോലെ വിഷയാസക്തിയാൽ ദൈവമക്കൾ പിടിപെട്ടാൽ അവരുടെ പുത്ര അവകാശം നഷ്ടപ്പെടും. അവർ ദൈവസ്ഥയിൽ തന്നെ അന്യപ്പെട്ടു പോകും. അതിന് വ്യാകുലതകൾ വലിയൊരു കാരണമാണ്. അതിനെ നിങ്ങൾ നീക്കം ചെയ്യുമ്പോൾ മനസ്സിൽ നിന്ന് ഇതുവരെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന അതേ അന്നത്തെയും നാളത്തെയും ഇന്നലകളിലെയും ഒക്കെയുള്ള ഭൂമിയിലെ ഭൗമികമായ ആവശ്യങ്ങളുടെ അത്യാവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉരുവാകുന്ന വ്യാകുല ചിന്തകൾ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് നീക്കി ദൈവിക സമാധാനത്താൽ നിറയപ്പെടും ഉള്ള മാർഗം കാണിച്ചു തരുമ്പോൾ തന്നെ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തെന്നൂടെ പറയുന്നു. നിങ്ങൾ ധ്യാനിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ആവർത്തിച്ച് ഓർക്കേണ്ടത് എന്താണ്? ഒരേ കാര്യം തന്നെ നമ്മളെ അസ്വസ്ഥമാക്കുന്നത് ആവർത്തിച്ച് ചിന്തിക്കുന്നതിന് പറയുന്ന പേരാണ് ഉത്കണ്ഠ. ഒരേ കാര്യം ഒരു പ്രാവശ്യം ചിന്തിക്കുന്ന ഉത്കണ്ഠയല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന വിധത്തിൽ ഒരു വിഷയം തന്നെ പല ആവർത്തി നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയി ഹൃദയഭാരം ഉളവാക്കുന്നതിന് പറയുന്ന പേരാണ് ആകുലത. അങ്ങനെ ആണെങ്കിൽ ആകുലതകളെ എന്തുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം? എന്തുകൊണ്ട് നമുക്ക് പകരം വെക്കാം? നമ്മളെ വിളിച്ച വിളിയുടെ ഔന്നത്യത്തെയും വിളിച്ചവന്റെ സൽഗുണങ്ങളെയും അവൻ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഉന്നതമായ അനുഗ്രഹങ്ങളെയും കൊണ്ട് മാത്രമേ നമുക്ക് ഈ ആകുലതകളെ പകരം വെക്കാൻ കഴിയത്തുള്ളൂ, റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ച് ആവർത്തിച്ച് നാം ചിന്തിക്കുന്നതിന് പറയുന്ന പേരാണ് ധ്യാനിക്കുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ദൈവിക ചിന്തകളെ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ചു മനസ്സിൽ ചിന്തിച്ചെടുക്കുന്നതാണ് മെഡിറ്റേഷൻ എങ്കിൽ, ജീവിതത്തിന്റെ ഭാരങ്ങളെ ഒന്നിലധികം പ്രാവശ്യം അധികം പ്രാവശ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് ആകുലത. ഇത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് റിക്വാന്റെ പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് എന്താണ് വറി, എന്താണ് മെഡിറ്റേഷൻ എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇന്ന് രാത്രി ദൈവവചനങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. എന്റെ ജീവിതത്തിൽ നടക്കുന്നത് വറിയാണോ? എന്റെ ജീവിതത്തിൽ നടക്കുന്നത് മെഡിറ്റേഷൻ ആണോ? രാവിലെ മുതൽ രാത്രി വരെ ഈ ഭൂമിയിലെ എന്നോടും എന്റെ കുടുംബത്തോടും അല്ലെങ്കിൽ സഭയോടോ എന്തുമായിക്കോട്ടെ ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണോ എന്റെ മനസ്സ് കൈയടക്കി ആവർത്തിച്ച് അത് ചിന്തിച്ച് ആദ്യം ഒരു ചിന്തയായിട്ടാണ് തുടങ്ങിയത്, പിന്നെ അത് അസ്വസ്ഥതയായി, പിന്നെ പരിഭ്രമമായി, പിന്നെ ആകുലതയായി, പിന്നെ അത് എന്നെ നിയന്ത്രിക്കുന്ന ഉത്കണ്ഠയായി മാറുന്നെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തും നമ്മൾ ചിന്തിക്കുക അല്ല. എന്റെ ഹൃദയത്തിനകത്ത് ദൈവം സംസാരിച്ച വചനങ്ങളും ഞാൻ വായിക്കുന്നതും ദൈവമക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ വർധനവറ്റ ചിന്തകളും പാട്ടുകളും ആത്മീക ഗീതങ്ങളും സങ്കീർത്തനങ്ങളും സ്തുതികളും ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മയുടെ ആ പങ്കാളിത്തത്തെ കുറിച്ചുള്ള ചിന്തയും ആ അക്ഷയമായ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകളും മാറി ഞാൻ ഓർക്കുന്നെങ്കിൽ ഞാൻ ധ്യാനിക്കുന്ന വ്യക്തിയാണ് ദൈവത്തെയും അവന്റെ പ്രവർത്തികളെയും വചനത്തെയും. ഇത് വളരെ വ്യക്തമായി നമുക്ക് നിർവചിക്കാൻ പറ്റും. വളരെ വ്യക്തമായി നമുക്ക് തെളിയിച്ച് നമ്മളെ തന്നെ വേറെ ആരെയും ബോധ്യപ്പെടുത്താനല്ല, നമ്മുടെ ജീവിതത്തെ വിധിക്കുവാൻ, ഒന്ന് ശോധന കഴിക്കുവാൻ, നമ്മുടെ തന്നെ വിധികർത്താക്കളായിക്കൊണ്ട് ഏറ്റവും അധികം എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന എന്താണ്, ഞാൻ ആവർത്തിച്ച് ചിന്തിക്കുന്ന എന്തിനെ കുറിച്ചാണ്? അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ധ്യാനിക്കുന്നവരാണോ, മെഡിറ്റേഷൻ ആണോ നമ്മുടെ ക്യാരക്ടർ, വറിയിങ് ആണോ, നമ്മൾ വറീഡ് ആണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പൊ അപ്പോസ്തലനോട് പറയുകയാണ്, അത്രയൊക്കെ അവരോട് പറഞ്ഞിട്ട് പറയുക, അവസാനമായി ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ ഏറ്റവും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, ഈ കത്തിന്റെ ഫൈനലിലേക്ക് വരികയാണ്, കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഞാൻ നിങ്ങളോട് ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഇനി സംസാരിക്കാൻ പോവാ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ താങ്ക്സ് ആണ് പറയുന്നത്. മെസ്സേജ് ഇവിടെ അവസാനിക്കുക.
എന്നാൽ താങ്ക്സ് പറഞ്ഞതിനകത്ത് മെസ്സേജ് കയറി വരുന്നുണ്ട്, ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. പക്ഷെ അവരോടുള്ള കറക്ഷൻ മെസ്സേജുകളും അവരോടുള്ള എക്സോട്ടേഷനും അവരെ പ്രബോധിപ്പിക്കുന്നതും അവരെ തിരുത്തുന്നതും അവരെ ബലപ്പെടുത്തുന്നതായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഫൈനലി ഞാൻ നിങ്ങളോട് കൺക്ലൂഡ് ചെയ്തൊരു കാര്യം പറയുക സഹോദരങ്ങളെ, വിശ്വാസയോഗ്യവും ആദരണീയവും നീതിയുക്തവും നിർമ്മലവും രമണീയവും അഭിനന്ദനാർഹവും ഇങ്ങനെയുള്ള ശ്രേഷ്ഠവും പ്രശംസാർഹവുമായ കാര്യങ്ങൾ വിചിന്തനം ചെയ്യുക, ചിന്തിച്ചുകൊള്ളുക. അപ്പൊ ദൈവമക്കൾ ചിന്തിക്കുവാൻ, ആവർത്തിച്ചോർക്കുവാൻ, മനസ്സിൽ കൊണ്ടു നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഈ തലമുറയിൽ അതല്ല നടക്കുന്നത്. പേരുകൊണ്ട് ദൈവമക്കളാണെങ്കിലും പെരുമാറ്റം കൊണ്ട് ഇന്ന് പലരും ദൈവമക്കളല്ല. പേരുകൊണ്ട് വിശ്വാസികളാണെങ്കിലും പെരുമാറ്റം കൊണ്ട് ഇന്ന് പലരും വിശ്വാസികളല്ല. പേര്, തലക്കെട്ടുണ്ട്, അഭിനന്ദനാർഹമായ പ്രശംസനീയമായ പദവിയുണ്ട്. പക്ഷേ അഭിനന്ദനാർഹവും പ്രശസ്തനുമായ ചിന്തകളില്ല. ഇവിടെ നാം തിരുത്തപ്പെടണം. അഭിനന്ദനാർഹവും രമണീയവും പ്രശംസനീയവുമായ ഒരു മേലെഴുത്ത് നമുക്കുണ്ട്. ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിയിട്ടുണ്ട്, സംശയമില്ല. പക്ഷെ ഇന്ന് പലരും ആ പേരുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുമ്പോൾ, ദൈവം തൃപ്തിപ്പെടണമെങ്കിൽ പേരുകൊണ്ട് മാത്രമല്ല പെരുമാറ്റം കൊണ്ടും നാം അത് വെളിപ്പെടുത്തിയെങ്കിലേ നമ്മുടെ ജീവിതത്തിലും സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ, നമ്മളെ കൊണ്ട് ദൈവത്തിനും പ്രസാദം ഉണ്ടാകത്തുള്ളൂ. മനസ്സിന് ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമാണിത്. And now, dear brothers and sisters, one final thing. ഞാൻ എന്റെ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുകയാണ്. എനിക്ക് നിങ്ങളോട് പറഞ്ഞ് ഒടുവിൽ ഒരു കാര്യം കൂടെ ശക്തമായി പറയാനുണ്ട്. ഒരു കൺക്ലൂഷൻ മെസ്സേജ് എന്ന നിലയിൽ പ്രസംഗം ഉപസംഹരിക്കുന്ന പോലെ കത്ത് അത് എഴുതി നിർത്താൻ പോകുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഫിക്സ് യുവർ തോട്ട്സ് ഓൺ വാട്ട് ഈസ് ട്രൂ. നിങ്ങളുടെ ചിന്തകളെ ചില പ്രത്യേകമായ മേഖലകളിലേക്ക് നിങ്ങൾ കൊണ്ട് ഫിക്സ് ചെയ്യണം. നിങ്ങളെ ഉത്കണ്ഠയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗമില്ല. നിങ്ങളുടെ മനസ്സിനെ ഈ ലോക ചിന്തകളാൽ അടിമപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ നിങ്ങളെ പിടിക്കാതിരിക്കത്തക്കവണ്ണം ഒരു വലിയ ദൈവികമായ മറുമരുന്ന് അപ്പോസ്തലനോട് ഉപദേശിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളായി തന്നെ ആരംഭിച്ച് ആവശ്യങ്ങളായി തന്നെ തുടർന്ന് ദൈവം പ്രവർത്തിക്കുന്നത് വരെ സമാധാനത്തോടെ ആ വിഷയങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിപ്പാൻ നിങ്ങൾക്ക് കഴിയും. അതിനായി ദൈവിക സമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളെ കാക്കും. അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൽ നിങ്ങൾ വസിക്കുന്നിടത്തോളം കാലം ആ സമാധാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എങ്ങനെ ലഭിച്ചിരിക്കും? എല്ലാറ്റിനും നിങ്ങൾ നന്ദി പറയുന്നുണ്ടെങ്കിൽ. ആർക്കേ നന്ദി പറയാൻ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ? എല്ലാറ്റിനും നന്ദി പറയുന്ന ആരാധിക്കുമെന്നറിയാവോ? ജീവിതത്തിൽ നടത്തുന്ന വിധങ്ങളെ കുറിച്ച് സംതൃപ്തിയുള്ളവർക്ക് മാത്രമേ നന്ദി പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് ഫോർമാലിറ്റിക്ക് പലതും പറയാം. എല്ലാറ്റിനും നന്ദി ആർക്കാണ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ദൈവം നടത്തുന്ന വഴികളെ കുറിച്ച് ഒരു സംതൃപ്തി ഹൃദയത്തിനകത്തുള്ളവർക്ക് മാത്രമേ നന്ദി പുറപ്പെടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാനും പറ്റും. ദൈവികമായ സമാധാനം ക്രിസ്തുയേശുവിൽ വസിക്കുന്നിടത്തോളം കാലം അനുഭവിക്കാനും പറ്റും. ഒരു സംശയമില്ല. അപ്പോസ്തലൻ പറയുകയാണ്, അപ്പോഴും നിങ്ങൾ ഈ ഭൂമിയിലാണ് വസിക്കുന്നത്. ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ വീണ്ടും നിങ്ങളെ ചിന്തകൾ കയറി പിടിക്കും. വീണ്ടും നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിചാരങ്ങൾ തെറ്റായ ഒരു ലക്ഷ്യത്തിലേക്ക് ഫിക്സ് ചെയ്യാൻ ഉള്ള എല്ലാ ലോകത്തിന്റെ പ്രേരണയും നിങ്ങൾ ഉണ്ടാവും. ഈ ഭൗമിക ശരീരത്തിൽ വസിക്കുന്ന ഓരോ ദൈവവൈതലിനും ഈ വെല്ലുവിളി ഉണ്ടെന്ന് നമ്മൾ തുറന്ന് സമ്മതിക്കുന്നു.
നമ്മളെ ലോകം അങ്ങനെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. ആവശ്യങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. ഈ ലോകത്തിന്റെ കൂട്ടുകെട്ട് വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. ലോകത്തിന്റെ വാർത്തകൾ നമ്മളെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. അത് നമ്മളെ അറ്റാക്ക് ചെയ്യത്തക്ക രീതിയിൽ, നമ്മുടെ സമാധാനം കെടുത്തത്തക്ക രീതിയിൽ നമ്മളെ ആക്രമിക്കാൻ എവിടെ കടന്നു വരുമെന്ന് അറിയാമോ? ആ ചിന്തകൾ ആക്രമിക്കുന്ന ശരീരത്തിനുള്ള മനസ്സിനെയാണ് ആക്രമിക്കുന്നത്. മനസ്സിനെ ആക്രമിച്ച് കീഴടക്കിയാൽ ആ വ്യക്തി ആർക്കിരയാവുന്നറിയാമോ? പിശാചിന് ഇരയായിത്തീരും, ദൈവത്തിന്റെ ശത്രുവായിത്തീരും. അങ്ങനെ നമ്മുടെ മനസ്സിനെ ആക്രമിച്ച് കീഴടക്കാതിരിക്കത്തക്കവണ്ണം നമ്മളെ ശക്തരാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ ദൈവഹിതപ്രകാരം ഫിക്സ് ചെയ്തു വെക്കുവാൻ, സെറ്റ് ചെയ്തു വെക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന മുഖാന്തരമാണ് ദൈവത്തിന്റെ വചനം. ഫിലിപ്പിയൻ വിശ്വാസികൾക്ക് വളരെയധികം പീഡകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. വളരെ പ്രയാസം അവർക്കുണ്ട്. ഏത് സമയവും മനസ്സ് ചഞ്ചലിച്ച് അവരുടെ വിചാരങ്ങൾ എന്തിലേക്ക് പോകും? അവരനുഭവിക്കുന്ന പീഡകളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് ഇവിടെ പറയുന്ന പോലെ, നമ്മൾ വായിച്ച പോലെ, അവർക്ക് നിർമ്മലമായതിലേക്കും സത്യമായതിലേക്കും ഘനമായതിലേക്കും നീതിയായതിലേക്കും രമ്യമായതിലേക്കും സൽകീർത്തിയായതിലേക്കും ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ അല്ല ദൈവം അവരെ കടത്തിവിടുന്നു. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം തന്റെ സമാധാനം പകർന്നുകൊണ്ട് തന്റെ ജനത്തോട് അപ്പോസ്തലനിലൂടെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ശരീരം നേരിടുന്ന പീഡകൾ കീഴടക്കാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ആവശ്യഭാരങ്ങൾ കീഴടക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഞാൻ നിങ്ങളോട് ഫൈനലി ഒരു ബുദ്ധി ഉപദേശം തരികയാണ്. ഫിക്സ് യുവർ തോട്ട്സ് ഓൺ വാട്ട് ഈസ് ട്രൂ ആൻഡ് ഓണറബിൾ ആൻഡ് റൈറ്റ് ആൻഡ് പ്യുവർ ആൻഡ് ലവ്ലി ആൻഡ് അഡ്മിയറബിൾ. വിശ്വാസയോഗ്യവും. ലോകമല്ല വിശ്വാസയോഗ്യം. ലോകത്തിലെ വാർത്തകളല്ല വിശ്വാസയോഗ്യം. കേട്ടിട്ടില്ലേ? ഇന്ന് കേൾക്കുന്ന ന്യൂസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നാളെ കേൾക്കും. ഇന്നൊരാൾ കുറ്റവാളിയാന്ന് കേൾക്കും, നാളെ ആൾ നീതിമാനാന്ന് കേൾക്കുന്നു. ഇന്ന് എല്ലാം നമ്മളെ ഒരു വിശ്വാസയോഗ്യവുമല്ലാത്ത വാർത്തകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കേണ്ടതിനും നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റേണ്ടതിനും തീർച്ചയായും നാം ലോകത്തിലെ വാർത്തകൾ അറിയേണ്ടതല്ല. പക്ഷെ ആ വാർത്തകളിലല്ല വിശ്വസിക്കേണ്ടത്. വിശ്വാസയോഗ്യമായത് എന്തെന്ന് ദൈവമക്കൾ അറിഞ്ഞ് അതിൽ അവരുടെ മനസ്സ് കേന്ദ്രീകരിക്കണം. ആദരണീയമായത്, നീതിയുക്തമായത്, നിർമ്മലമായത്, രമണീയമായത്, സൽകീർത്തിയായത്, അല്ലെങ്കിൽ അഭിനന്ദനാർഹമായ ഇങ്ങനെയുള്ള ശ്രേഷ്ഠവും പ്രശംസാർഹവുമായ കാര്യങ്ങൾ വിചിന്തനം ചെയ്യുക. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇതൊരു സഭയിലെ വിശ്വാസത്തോട് മാത്രം പറഞ്ഞ കാര്യമല്ല. ഫിലിപ്പിയർ മാത്രം അറിയേണ്ട ഒരു കാര്യമല്ല.
നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തപ്പെട്ടിരിക്കുന്നതിനാൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. അവിടെയാണല്ലോ ദൈവത്തിന്റെ വലത്തുഭാഗത്തായി ക്രിസ്തു ഉപവിഷ്ടനായിരിക്കുന്നത്. ഭൂമിയിൽ ഉള്ളവയിലല്ല, ഉയരത്തിലുള്ളവയിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കുക. ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു, പക്ഷെ മനസ്സ് വീണ്ടെടുക്കപ്പെട്ട ആത്മാവിന്റെ ആ പദവിക്കൊത്തവണ്ണം എവിടെ നമുക്കിപ്പോ എന്ത് സംഭവിക്കണം? മനസ്സുയർന്നു വരണം. ഉയരത്തിലുള്ളവയിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കാനാണ് നമ്മൾ ഇപ്പൊ ഫിലിപ്പിയ ലേഖനത്തിൽ വായിച്ച്. ഫിക്സ് യുവർ തോട്ട്സ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ചില പ്രത്യേകമായ വിഷയങ്ങളിൽ, ആ വിഷയം എന്താണെന്നറിയാമോ? അത് ഇന്ന് പറഞ്ഞ് നാളെ മാറുന്നതല്ല. വിശ്വാസയോഗ്യമാണ്, നീതിയുക്തമാണ്, അഭിനന്ദനാർഹമാണ്, രമണീയമാണ്, ശ്രേഷ്ഠമായതാണ്, ഒരു മാറ്റവുമില്ലാത്തതാണ്, ഉയരത്തിലുള്ളതാണ്, ഉന്നതമാണ്. ഈ ആകാശവും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്തതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാവിന്റെ ഉടമകളായവരുടെ മനസ്സ് ഫിക്സ് ചെയ്യണം, കേന്ദ്രീകരിക്കണം. ഏറ്റവും പ്രയാസമുള്ള കാര്യം. ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള അവകാശവാദം നാം മുഴക്കുമ്പോൾ തന്നെ മനസ്സ് ഇപ്പോഴും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട ആത്മാവിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കല്ല. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തപ്പെട്ടിരിക്കുന്നതിനാൽ. അല്ലെങ്കിൽ മരിച്ച് നമ്മളിവിടെ വായിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത് നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. എന്നിട്ട് അവിടെ പറയുകയാണ്, അങ്ങനെ ഉയർത്തപ്പെട്ടത് കൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. അവിടെയാണല്ലോ ദൈവത്തിന്റെ വലത്തുഭാഗത്തായി ക്രിസ്തു ഉപവിഷ്ടനായിരിക്കുന്നത്. ഭൂമിയിലുള്ളവരല്ല, ഉയരത്തിലുള്ളവരിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കുക. നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തോടൊപ്പം നിങ്ങളും പ്രത്യക്ഷരാകും. കൊലോസ്യയിലുള്ള ദൈവമക്കൾക്ക് അപ്പോസ്തലൻ എഴുതുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ വരുമ്പോൾ ഒടുവിൽ അല്ലെങ്കിൽ ഒരു ഫൈനൽ എക്സോർട്ടേഷൻ എന്ന നിലയിൽ ഇവിടെ എഴുതുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാവാണ് എന്റേത്, നിത്യജീവൻ എനിക്ക് അവകാശമായി ലഭിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണ നിശ്ചയമുള്ള ദൈവമക്കളുടെ മനസ്സ് കേന്ദ്രീകരിക്കേണ്ടത് എന്തിലാണ്? എന്താണ് നാം ആവർത്തിച്ച് ചിന്തിക്കേണ്ടതെന്നും വ്യക്തമായി ഈ ഭാഗങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചതും എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചതും ഞാൻ നിങ്ങൾക്ക് കൈമാറിയതും നിങ്ങൾ കേട്ടതും ഞാൻ ചെയ്യുന്നതായി നിങ്ങൾ കണ്ടതുമായ വസ്തുതകളെയെല്ലാം പ്രായോഗികമാക്കണം. പഠിച്ചു, കേട്ടു, കൈമാറിയവൻ ചെയ്യുന്നത് കണ്ടു. പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത്. അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ആദ്യം പറഞ്ഞത് മനസ്സ് കേന്ദ്രീകരിക്കാനാ, എന്നിട്ടാണ് പറയുന്നത് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക. സത്യമായതിലും വിശ്വാസയോഗ്യമായതിലും ആദരണീയമായതിലും ഏറ്റവും രമണീയമായതിലും പുകഴ്ചയായിട്ടുള്ളതും നാം ചിന്തിച്ചു തുടങ്ങുമ്പോൾ ആ ചിന്ത ദൈവവചനത്തിന്റെ വലിയ മർമ്മങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഓരോ കൂട്ടായ്മയിലും കൈമാറുമ്പോൾ അത് നമ്മുടെ കാതുകളിലൂടെ പാസ് ചെയ്ത് പോകല്ല, അതിലേക്ക് ഓരോ ദൈവ പൈതലും
തങ്ങളുടെ ശ്രദ്ധ, തങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ഈ ദൈവവചനം നമ്മുടെ കാതുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്തിക്കുന്നത്. അങ്ങനെ നാം മനസ്സതിൽ കേന്ദ്രീകരിക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ നമ്മളെ വിട്ടുകളയത്തില്ല. ഉത്കണ്ഠയ്ക്ക് എപ്പോഴും ഒരു വാതിലുണ്ട്. 2, നാം അതിനെ വിചിന്തനം ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ആ വിഷയങ്ങളെ പ്രായോഗികമാക്കാൻ കഴിയത്തില്ല. പ്രായോഗികമാക്കണം എന്ന് പറയുന്ന ഉടനെ പ്രായോഗികമാകത്തില്ല. പ്രായോഗികമാകുവാനുള്ള വഴികളുണ്ട്, ചവിട്ടുപടികളുണ്ട്. കേൾക്കുന്നത്, കൈമാറുന്നത്, അത് എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൽ ആയിരിക്കുന്ന എന്റെ ജീവിതത്തിൽ ഉയരത്തിലുള്ള അന്വേഷിക്കുന്ന, നമ്മളിപ്പം കൊലോസ്യലേഖനത്തിൽ നമ്മൾ വായിച്ച പോലെ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ എങ്കിൽ മതി. ഇതെല്ലാവർക്കും പറ്റത്തില്ല. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ഇത് തന്നെ ഇവിടെ പറയുന്നത്. ഉയരത്തിലുള്ളതിന് കൊടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ പദപ്രയോഗങ്ങളാണ്. ഉയരത്തിലുള്ളതിനെ ഒന്ന് വർണ്ണിക്കാൻ അപ്പോസ്തലൻ ശ്രമിച്ച ഒരു ശ്രമമായത് എന്താണ്? ഈ വാക്കുകൾ: സത്യമായത്, ഘനമായത്. ഘനമായെന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? ഓണറബിൾ ആയത്, ആദരണീയമായത്. എന്തോ ഘനമായെന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് ആണെന്നല്ല. ഘനശാലി എന്ന് പറയുന്ന ഘനം, അതായത് എന്താ ഇതിന്റെ അർത്ഥം? ഓണറബിൾ. നമ്മള് ഉയരത്തിലുള്ള ചിന്തിക്കാൻ ഭൂമിയിലുള്ള നമ്മളെ ഓണറബിൾ ആയിട്ടാണോ കാണുന്നത്? നമ്മൾ ഉയരത്തിലുള്ളതിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് എന്താ ആരംഭിക്കും? നിന്നെ ആരംഭിക്കും. പക്ഷെ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ആദരണീയമായതും വിശ്വാസയോഗ്യമായതും ആയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അഭിനന്ദനാർഹമായ കാര്യത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിഞ്ഞേക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രശംസനീയമായ ചുവടുവെപ്പാണ് ഓരോ ദൈവമക്കളും ഈ വചനം കേൾക്കുമ്പോൾ. പക്ഷേ ഭൂമിയിൽ ഇത് പ്രശംസനീയമല്ല. ഭൂമിയിൽ ഉടനെ ആദരവില്ല. ഭൂമിയിൽ ഇത് രമ്യമല്ല. ഭൂമിയിൽ ഇത് സൽകീർത്തിയുള്ളതല്ല. ഭൂമിയിൽ ഇത് പുകഴ്ചയുള്ളതല്ല. പക്ഷെ അപ്പോസ്തലൻ പറയാണ്, ഈ ഉയരത്തിലുള്ളതിനെ ഞാൻ എന്റെ ഭാഷയിൽ ഒന്ന് പദപ്രയോഗം നടത്തിയാൽ, ഞാൻ ഇതിന് ചില വിശേഷണങ്ങൾ കൊടുത്താൽ, നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ളതെന്ന് പറയുമ്പോൾ ആ ഉയരത്തിലുള്ള കാര്യങ്ങളെ ഞാൻ എന്റെ വാക്കിൽ നിങ്ങളോട് ഈ കത്തിലൊന്ന് വിശദീകരിച്ചാൽ അത് ഇങ്ങനെ ഇരിക്കും. അത് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ ഉയരത്തിലുള്ളത് സത്യമായതാ. ഞാൻ പറയും ഉയരത്തിലുള്ളത് ആദരണീയമായതാ, അല്ലെങ്കിൽ ഘനമായതാ. ഞാൻ പറയും ഉയരത്തിലുള്ളതാണ് നീതിയുള്ളത്, ഉയരത്തിലുള്ളതാണ് നിർമ്മലമായത്. അതായത് ക്രിസ്തു ഇരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ പറയുമ്പോൾ അപ്പോസ്തലൻ കൊടുക്കുന്ന പദപ്രയോഗങ്ങളാ. ഉയരത്തിലുള്ളതാണ് ശരിക്കും രമ്യമായത്, ഉയരത്തിലുള്ളതാണ് സൽകീർത്തിയായത്, ഉയരത്തിലുള്ളതാണ് സൽഗുണമായത്, ഉയരത്തിലുള്ളതാണ് പുകഴ്ചയായത്. ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറയുമ്പോൾ ഉയരത്തിലുള്ളതിന്റെ വിശേഷണങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. Fix your thoughts. ഇത് ലോകത്തിൽ ഏതു മനുഷ്യൻ അത് അംഗീകരിക്കും? വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവമൈതലല്ലാതെ ദൈവത്തിന്റെ വചനത്തിന് കാതു കൊടുക്കുന്ന, കേൾക്കുന്ന, ഹൃദയം കൊടുക്കുന്ന ഒരു വ്യക്തിക്കല്ലാതെ ആർക്കും മനസ്സിലാകും ഉയരത്തിലുള്ളത് ഇപ്രകാരമാണ്. എപ്പോഴും ആദരണീയമായത് ഭൂമിയിലുള്ളതാണെന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഭൂമിയിൽ ആയുസ് കഴിഞ്ഞാൽ പിന്നെ ആദരവില്ല. ഇവിടെ ജീവിക്കുന്ന കാലം എത്ര ഉണ്ടോ അത്രത്തോളം ആദരവ് പിടിച്ചു പറ്റിക്കോണം. ഇവിടെയാണ് റവറന്റ് ആകേണ്ടത്, ബഹുമാന യോഗ്യരായി അറിയപ്പെടേണ്ടത് ഇവിടെയാണ്, അങ്ങ് ചെന്നിട്ടല്ല.
അത് മനസ്സിലാക്കണമെങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കാത്തവന് എങ്ങനെ മനസ്സിലാകും ഉയരത്തിലുള്ളത് എന്താണെന്ന്? അവിടുത്തേത് ആദരണീയമാണെന്ന്, നിർമ്മലമാണെന്ന്, വിശ്വാസയോഗ്യമാണെന്ന്, നീതിയുക്തമാണെന്ന്, രമണീയമാണെന്ന്, പ്രശംസനീയമാണെന്ന്, അഭിനന്ദനാർഹമാണെന്ന്. ശ്രദ്ധിച്ചേ, ഈ പദങ്ങൾ ശ്രദ്ധിച്ചേ. ഇതെല്ലാം ഒരു മനുഷ്യനെ ആയുസ്സിൽ പ്രതീക്ഷിക്കുന്നതല്ലേ? ഒരു മനുഷ്യനും മനസ്സ് കേന്ദ്രീകരിക്കുന്നത് ഈ ആയുസ്സിൽ രമ്യമായി, ഈ ആയുസ്സിൽ സൽകീർത്തിയോടെ, ഈ ആയുസ്സിൽ പ്രശംസനീയമായി, ഈ ആയുസ്സിൽ നീതി, ഈ ആയുസ്സിൽ വിശ്വാസം, ഈ ആയുസ്സിൽ സത്യം, ഈ ആയുസ്സിൽ ആദരണീയം. അതിനുവേണ്ടിയാണ് ഇന്ന് ആത്മീയരെന്ന് അവകാശപ്പെടുന്നവർ ശുശ്രൂഷകൾ പോലും ചെയ്യുന്നത്. എന്തിനു വേണ്ടിയെന്നറിയാമോ? അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. യേശുവിന്റെ നാമം എടുത്തുകൊണ്ട്, യേശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട്, യേശുവിനെ ഉയർത്തിക്കൊണ്ട് തങ്ങൾക്ക് ആദരണീയരായി തീരണം, അഭിനന്ദനാർഹരായി തീരണം, പ്രശംസ പിടിച്ചു പറ്റണം. ഇങ്ങനെയുള്ള ചിന്താഗതികളെ ഉടച്ചു കളയാൻ കൂടിയാണ് അപ്പോസ്തലർ ഒരു ഫൈനൽ എക്സോർട്ടേഷൻ കൊടുത്തത്. ഫിലിപ്പ്യരെ, നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ പലതും പ്രതീക്ഷിച്ചു, പക്ഷെ പ്രതീക്ഷ പോലെ നിങ്ങൾ ക്രിസ്തുവിലൂടെ ലഭ്യമായില്ല. അതുകൊണ്ട് ഈ ആയുസ്സിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ആ രമണീയതയുണ്ടല്ലോ, ആ സൽകീർത്തി ഉണ്ടല്ലോ, നിങ്ങൾ പ്രതീക്ഷിച്ച ആ അഭിനന്ദനാർഹമായ പ്രശംസനീയമായ ആൾക്കാർ ആദരിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ, അത് ഇവിടെയല്ല ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ക്രിസ്തു എവിടെ ഇരിക്കുന്നോ അവിടെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ക്രിസ്തുവിന് ലഭിച്ചത് ഇവിടെയല്ല, അവിടെയാണ്. എന്റെ പ്രിയരെ, നമ്മുടെ ചിന്തകൾ മാറ്റി ഫിക്സ് ചെയ്യാൻ സമയമായി. ഞങ്ങളോ കേൾക്കുന്നവരാ, ഒരു സംശയം, ഞങ്ങളെ പോലെ വചനം കേൾക്കുന്ന കേരള ദേശത്ത് ആരുമില്ലെന്ന് നമ്മൾ പറയും. ഞങ്ങള് വചനം കൈമാറുന്ന പോലെ ആരും ഞങ്ങൾ ചുറ്റുപാടിൽ ആരും കൈമാറത്തില്ല. പഠിക്കുന്നവരോ, നമ്മളെ പോലെ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ പറയുണ്ടോ? ഗ്രഹിക്കുന്നുമുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഉള്ള സമയം വന്നിരിക്കുക. കേട്ടതും പഠിച്ചതും ഗ്രഹിച്ചതും തമ്മിൽ കൈമാറിയതും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള സമയം വന്നിരിക്കുക. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുള്ളതിന് ഒരു സംശയവുമില്ല. പക്ഷെ ആ വരവ് ആസന്നമാകുമ്പോൾ നമ്മുടെ ഒരുക്കത്തിന്റെ ഒരു ലക്ഷണം ഞാൻ പറയട്ടെ. ഒരു ദൈവ പൈതൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവനായെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം കൂടെ പറയട്ടെ. അതെന്തെന്നറിയാമോ? അവനിൽ നിന്ന് കേട്ടതും പഠിച്ചതും ഗ്രഹിച്ചതും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കാണിക്കുന്ന ഉത്സാഹവും ചുവടുവെപ്പും വിളിച്ചറിയിക്കുന്ന ഒരു വലിയ മർമ്മമുണ്ട്. അവന്റെ വരവിന് വേണ്ടി നാം ഒരുക്കപ്പെടുന്നു. എന്താണ് അവന്റെ വരവിൽ സംഭവിക്കുന്നത്? അവന്റെ വരവിലാണ് നാം തേജസ്സിൽ വെളിപ്പെടുന്നത്. അവന്റെ വരവിലാണ് നാം എന്ത് ചിന്തകൾ മനസ്സ് എന്തിനെ കേന്ദ്രീകരിച്ചോ, എന്താണ് കേന്ദ്രീകരിച്ചത്? ഉയരത്തിലുള്ളത്. എന്താണ് ഉയരത്തിലുള്ളത്? വിശ്വാസയോഗ്യമായത്, നീതിയുക്തമായത്, രമണീയമായത്, അഭിനന്ദനാർഹമായത്, പ്രശംസനീയമായത്, സൽകീർത്തിയായതിലേക്ക് ആരൊക്കെ അവരുടെ മനസ്സിനെ ഫിക്സ് ചെയ്ത് അത് വിചിന്തനം ചെയ്തോ അവർക്കത് അവകാശമാക്കാനുള്ള സമയമാണ് കർത്താവിന്റെ വരവ്. വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അതൊക്കെ ചിന്തിച്ചു കൊള്ളുവീൻ. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചിന്തിക്കരുതെന്ന് പറയാൻ മാത്രമല്ല ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഭൂമിയിലുള്ളത് ചിന്തിക്കരുത്, ഭൂമിയിലുള്ളതിന് വേണ്ടി ആകുലപ്പെടരുത് എന്ന് പറയാൻ മാത്രമല്ല യേശുവിന്റെ നിയോഗം, അപ്പോസ്തലന്മാരുടെ നിയോഗം. എന്ത് ചിന്തിക്കണമെന്ന് കൂടെ പറയാനാ യേശുവിന്റെ ടീച്ചിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എങ്ങനെ ഉപവസിക്കരുത്, എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് ഓർത്ത് വിചാരപ്പെടരുത്, എന്ത് മാറി മാറി ഓർക്കണം.
ഇത് ഒരവ്യക്തതയുടെ, ഒരു ദുരൂഹതയുടെ സന്ദേശമല്ല. ആൾക്കാർ ഈ കൂട്ടായ്മയൊക്കെ ഒന്ന് കൊഴുപ്പിക്കാൻ പറയും. ഇന്ന് ഇവിടെ ചിലത് നടക്കും, ഇന്ന് ചില പുത്തൻ കൃപകൾ പ്രാപിക്കും, ഇന്ന് പുത്തൻ അഭിഷേകം ഉണ്ടാകും, ഇന്ന് ചിലർക്കൊക്കെ ഇവിടെ വിടുതലാണ്, ഇന്ന് എനിക്കറിയില്ല എന്തൊക്കെയോ ഇവിടെ സംഭവിക്കും എന്ന് പറയുന്ന, കൂട്ടത്തിൽ പാടുന്ന വെള്ളത്തിൽ പൂട്ടുന്ന, അതായത് ഒരു ദോഷവും പറയുന്നവന് സംഭവിക്കാത്ത രീതിയിൽ, എന്നാൽ എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ ക്രെഡിറ്റ് എടുക്കാം. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പറഞ്ഞവന് ദോഷവുമില്ല, എന്നാൽ എന്തെങ്കിലും അവിടെ ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടായാൽ അത് ഞാൻ പറഞ്ഞിട്ടാണെന്നുള്ള ക്രെഡിറ്റും എടുക്കുന്ന വ്യാജ ശുശ്രൂഷയല്ല നമ്മുടെ ഇടയിൽ നടക്കുന്നത്. മറിച്ച് പറയിപ്പിക്കുന്നവൻ ദൈവത്തിന് എന്തെന്ന് വ്യക്തമായി അറിയാം. പറയുന്നവർക്കും ആ ബോധ്യമുണ്ട്, കേൾക്കുന്നവർക്കും തിരിച്ചറിയാൻ ദൈവകൃപയുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മളോട് പറയുക, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ വിചാരങ്ങളെ നിങ്ങൾ ചില പ്രത്യേക ലക്ഷ്യങ്ങളിലേക്ക് ഫിക്സ് ചെയ്യണം. മാത്രമല്ല, നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കേണ്ടത് എന്താണ്, വിചിന്തനം ചെയ്യേണ്ടത് എന്താണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നിങ്ങൾ പഠിച്ചതും കേട്ടതും ഗ്രഹിച്ചതും നിങ്ങളെ പഠിപ്പിച്ചവർ ചെയ്യുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സമയമായിരിക്കുന്നു, കാലമായിരിക്കുന്നു, അതിനുവേണ്ടി നിങ്ങൾ പാകമായിരിക്കുന്നു എന്നുള്ള ബോധ്യത നിങ്ങൾക്കുണ്ടാകും. എന്നിട്ടൊരു ബ്ലെസ്സിങ് കൊടുക്കുക. ആ ബ്ലെസ്സിങ് ഇതാണ്, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യ ഭാഗം നാം ചിന്തിച്ചു, ക്രിസ്തുയേശുവിൽ നാം വസിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നമ്മളെ കാക്കും. രണ്ടാം ഭാഗം നമ്മൾ ചിന്തിക്കുന്നു, ആകുല ചിന്തകളെ വെടിഞ്ഞ് ദൈവിക സമാധാനത്താൽ ക്രിസ്തുയേശുവിൽ വസിക്കുന്നവർ കാക്കപ്പെടുമ്പോൾ ഇതാ ക്രിസ്തുയേശു ഇരിക്കുന്ന ഇടത്തിലുള്ള ഉയരത്തിലുള്ള ശ്രേഷ്ഠമായ ജീവിതത്തെ കുറിച്ച് വിചിന്തനം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ, അതിലേക്ക് തങ്ങളുടെ ചിന്തകളെ ഫിക്സ് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ കണ്ടതും കേട്ടതും പഠിച്ചതും കൈമാറിയതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചുവടുവെക്കുന്നവരുടെ ജീവിതത്തിൽ ആരാണ് കൂടെ ഇരിക്കുന്നത്? സമാധാനത്തിന്റെ ദൈവം അവരോട് കൂടെ ഇരിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവിക സമാധാനം നമ്മളിൽ നിറയാൻ മാത്രം പോരാ, സമാധാനത്തിന്റെ ദൈവവും നമ്മുടെ കൂടെ ഇരിക്കും. God's peace is a great thing. ഒരു മഹത്തായ കാര്യമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവിക സമാധാനമില്ലാതെ ഒരു ദൈവവേദന ഒരടി വെക്കാൻ കഴിയത്തില്ലെന്നുള്ളത് മാറ്റമില്ലാത്ത വസ്തുതയാണ്. എന്നാൽ ആ ദൈവവേദന്റെ അടുത്ത ചുവടുവെപ്പിൽ അവൻ ഒരു കാര്യം കൂടെ തിരിച്ചറിയും, ക്രിസ്തുയേശുവിൽ വസിക്കുന്ന എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമാധാനം അതങ്ങനെ നിറഞ്ഞ് കവിയുന്നു. തീർന്നില്ല, എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. എന്റെ ചിന്തകൾ ഉയരത്തിലേക്ക് തന്നെ ഞാൻ ഉറപ്പിച്ചു വെച്ചപ്പോൾ, അതെന്റെ ജീവിതത്തിൽ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ, അതിനെ അനുസരിക്കാനും പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി അനുഭവിക്കുന്നു, സമാധാനത്തിന്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നു, എന്റെ കൂടെ ഇരിക്കുന്നു. മോശ അത് അനുഭവിച്ചവനാ. അതുകൊണ്ട് മോശ വടിയിൽ ആശ്രയിച്ചില്ല. മോശ പറഞ്ഞു, നീ ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് അയക്കരുത്. വസ്തുക്കളിലും മാനുഷികമായ അതെ ആശ്രയത്തിലും നാം ഒരിക്കലും പതറിപ്പോകാതെ, ചാഞ്ഞു പോകാതെ, വീണു പോകാതിരിക്കണമെങ്കിൽ എന്തെല്ലാം ദൈവകൃപ നമുക്ക് പകർന്നാലും, കൃപാവരങ്ങൾ പകർന്നാലും, നാം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടന്നാലും, നമ്മെ ദൈവം എത്ര ശക്തമായി ഉപയോഗിച്ചാലും, നാം എത്ര സമാധാനം അനുഭവിക്കുമ്പോഴും നാം പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങ് ഞങ്ങളോടുകൂടെ ഇരിക്കണം, അങ്ങ് ഞങ്ങളെ നടത്തണം, അങ്ങ് ഞങ്ങൾക്ക് മുമ്പായി നടക്കണം. അതെന്താണെന്നറിയാമോ? അതിന്റെ പ്രത്യേകത മനസ്സിലായോ? ഇതാ ദൈവത്തിനുള്ള സമാധാനം ദൈവത്തെ കൂടാതെയല്ല പ്രാപിക്കുന്നേ. ആ സമാധാനം പ്രാപിക്കുമ്പോൾ തന്നെ അതിന്റെ ഉടമസ്ഥൻ നമ്മളോടുകൂടെ ഇരിക്കുന്നു. ഒരാൾ നമുക്കൊരു കാര്യം ഓഫർ ചെയ്യുമ്പോൾ അത് മേടിച്ച് വീട്ടിൽ പോകുന്ന പോലല്ല, പിന്നെയോ ഓഫർ ചെയ്ത ആള് ആ ഗിഫ്റ്റും കൂടെ ഒന്നിച്ചിരിക്കുന്ന അനുഭവം ഓർത്തേ.
ആള് തന്ന വിലയേറിയ സമ്മാനം നമ്മുടെ കയ്യിൽ. ആ വിലയേറിയ സമ്മാനം തരാൻ അത്രമാത്രം വില കൊടുത്ത് ആ സമ്മാനം നമുക്ക് തരാൻ അതേ കഴിവുള്ള ആൾ നമ്മളോട് ഇരിക്കുന്നത് ചിന്തിച്ചേ. ഇത് തന്നെയല്ലേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ്. ഇത് തന്നെയല്ലേ മോശ പറഞ്ഞത്, നീ ഞങ്ങൾക്ക് മുമ്പായി നടക്കണം. ഇത് തന്നെയല്ലേ ദാവീദ് പറഞ്ഞത്, നീ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സാനന്ദിച്ച് എന്റെ ജഡവും നിർഭയമായി വസിക്കും. ഇതാ ഇത് തന്നെ അപ്പോസ്തലനായ പൗലോസും പറയുന്നു, നിങ്ങളുടെ ചിന്തകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനുള്ളതിലോ നാളെ കിട്ടേണ്ടതായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളാണ്. അത് നിങ്ങൾ ആർക്ക് കൈമാറണം? നന്ദിയുള്ള ഹൃദയത്തോടെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തിന് കൈമാറിയിട്ട് നിങ്ങളുടെ വിചാരം അവിടെ നിന്ന് മാറ്റിക്കോണം. നിങ്ങളുടെ അവിടെ ഫിക്സ് ചെയ്യരുത്, അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യരുത്. വേഗത്തിൽ അവിടുന്ന് മാറ്റിയിട്ട് നിങ്ങൾ തീരുമാനിച്ചോണം. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ധ്യാനം ആവർത്തിച്ചോർക്കേണ്ടത് ക്രിസ്തു ഇരിക്കുന്ന ഉയരത്തിലുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ഫിക്സ് ചെയ്യുക. നിങ്ങൾ കൈമാറിയ ആവശ്യങ്ങൾ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ദൈവം നിറവേറ്റും. നിങ്ങൾ എവിടെ കാണും? നിങ്ങൾ ക്രിസ്തുയേശുവിൽ കാണും. നിങ്ങളുടെ ആര് കാണും? അതെ, സമാധാനത്തിന് ദൈവം കാണും. നിങ്ങളുടെ ഉള്ളിൽ എന്ത് നിറയും? ദൈവത്തിന്റെ സമാധാനം. ഇന്ന് രാത്രി ക്രിസ്തുയേശു വസിക്കുകയും ക്രിസ്തുയേശുവിന്റെ ദൈവിക സമാധാനം പ്രാപിക്കുകയും സമാധാനത്തിന് ദൈവം കൂടെ ഇരിക്കുന്ന ജനം എത്ര അനുഗ്രഹിക്കപ്പെട്ടത്. ആ കൂട്ടത്തിലായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറെന്ന് പറഞ്ഞു എന്റെ വാക്കിൽ ഇരിക്കുന്ന വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.